നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് യുവജന സംഘടനകൾ. നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ അധികാരഭാരം അടിച്ചേൽപ്പിക്കുവാൻ അനുവദിക്കില്ലെന്നും സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചതിലൂടെ ജില്ലാ പഞ്ചായത്തും HMCയും ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ. 5 രൂപ ഉണ്ടായിരുന്ന OP ടിക്കറ്റിന് 10 രൂപയായി വർദ്ധിപ്പിച്ചതിന് പുറമെ ഗേറ്റ് പാസ് 5 രൂപയിൽ നിന്നും 4 ഇരട്ടി വർധനവ് നടത്തി 20 രൂപയാക്കി. കാഷ്വാലിറ്റി OP 10 രൂപ 20 രൂപയാക്കി. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വർദ്ധിപ്പിച്ച നിരക്ക് പിൻവലിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ച് ശക്തമായ സമരങ്ങളുണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും ആദിവാസികളും അടങ്ങുന്ന വലിയ വിഭാഗം ആശ്രയിക്കുന്ന ഒന്നാണ് നിലമ്പൂരിലെ സർക്കാർ ആശുപത്രി. ഈ ഫീസ് വർധനവ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിലെ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന 10 രൂപയുടെ OP ടിക്കറ്റിന്റെ ചാർജ് 20 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഗേറ്റ് പാസ് 5 രൂപ ഉണ്ടായിരുന്നത് 20 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇവിടെ വരുന്ന രോഗികളെ കാണാൻ വരുന്ന ആളുകളോടും ഒക്കെയുള്ള വെല്ലുവിളിയായിട്ടേ ഡിവൈഎഫ്ഐക്ക് കാണാൻ വേണ്ടി സാധിക്കൂ. ഇതിൽ നിന്ന് HMCയും ജില്ലാ പഞ്ചായത്തും പിന്മാറണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് അധികാരികളെ കണ്ട് ഒരു നിവേദനവും നടക്കൊടുത്തിട്ടുണ്ട്. ഇതിൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ, ന്യായമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ HMCയും ജില്ലാ പഞ്ചായത്തും തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബഹുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. സൂപ്രണ്ടിനുള്ള നിവേദനം ലേറ്റ് സെക്രട്ടറിക്ക് കൈമാറി. ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ്, ജോയിന്റ് സെക്രട്ടറി സുബിൻ ടക്കുഴി, ദീപക്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ പ്രജിത്, ആനന്ദ്, ലെനിൻ സ്വരാജ്, റിയാസ് കവാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സേവന നിരക്ക് വർധനയ്ക്ക് പച്ചക്കൊടി കാണിച്ച HMC അംഗങ്ങളുടെ നിലപാടിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ കാണിക്കുന്ന മൗനവും ചർച്ചയായിട്ടുണ്ട്. SS Gold, Pure Gold. SS Group, Nilambur.